ആരൊക്കെയാ ഏടത്തൊരു വീട്ടിൽ നിന്ന് വരുന്നേ? അച്ഛനമ്മ ഉറപ്പായിട്ടും വരും. നന്ദുവിന് വരാൻ പറ്റില്ലായിരിക്കും അല്ലേ? അവള് കുളിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അവളും ചിലപ്പോ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങോട്ട് വിളിച്ച് നന്ദുവിന്റെ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ട്. പക്ഷെ വിളിക്കുമ്പോഴൊക്കെ ഫോൺ എടുക്കുന്നത് ഏട്ടത്തിന്റെ അമ്മയാണ്. നന്ദുവിനാണ് വിളിക്കുന്നത് അനാമയ്ക്ക് ഇഷ്ടമല്ലല്ലോ. പിന്നെ എന്തിനാണ് ഇങ്ങനെ വെറുതെ സാഹസം കാണിക്കുന്നത്? ഏടത്തി, നന്ദു എന്റെ ഫ്രണ്ടാ. ഒരു കല്യാണം കഴിച്ചെന്ന് വിചാരിച്ച് ഫ്രണ്ട്സിനെ ഒഴിവാക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് ഇഷ്ടമില്ലാത്തത് പരമാവധി ചെയ്യാതിരിക്കുന്നില്ലേ നല്ലത്? കല്യാണ ചേച്ചി ഏടത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ആവശ്യമായിട്ടും പറയുക ഇനി കല്യാണ ചേച്ചി വിളിക്കരുത്, കാണരുതെന്നൊക്കെ. അത് ഏടത്തേക്ക് അനുസരിക്കാൻ പറ്റുമോ? ഏടത്തി അത് കേൾക്കുമോ? ഞാൻ ഇവിടെ പറഞ്ഞത് ആണും പെണ്ണും തമ്മിലുള്ള സൗഹൃദത്തെ പറ്റിയാണ്. എടുത്തി, അതിനെന്താ പ്രത്യേകത? ആണും പെണ്ണും സൗഹൃദം കൂടിയ ആകാശം ഇടിഞ്ഞു വീഴുവോ? തെറ്റായ സൗഹൃദം പാടില്ല എന്നേ ഞാൻ പറഞ്ഞോളൂ. അത് ഞാൻ അവളോടും പറയുന്നുണ്ട്. പിന്നെ രണ്ടാളും അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യില്ലെന്നറിയാം. അതുകൊണ്ട് സംസാരത്തിന്റെ രീതി ഞാൻ മാറ്റട്ടെ. അനിയും അനാമികയും തമ്മിലുള്ള ജീവിതത്തിലേക്ക് നന്ദുവിനെ വെറുതെ വലിച്ചെടുക്കില്ല. അവൾ ഉടനെ പോലീസ് ക്യാമ്പിലേക്ക് പോകും. പിന്നെ അവൾ ആഗ്രഹിച്ച ജോലിയിൽ പ്രവേശിക്കും. അതുകൊണ്ട് അവൾ അവളുടെ വഴിക്ക് വിട്ടേരും. കുറച്ചുകൂടി സുന്ദരിയായിട്ടുണ്ട്. അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ മോൾക്കാം. എന്റെ അമ്മയ്ക്ക് ഏത് സാരി എടുത്താലും നല്ല ഭംഗിയാണ്. മോൾക്കും അത് നന്നായി ചേരുന്നുണ്ട് എന്നാ ആദർശേട്ടനും പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ മറുപടിയും കൊടുത്തു. ഇതെനിക്ക് അമ്മ വാങ്ങി തന്ന സാരിയാണ്. അല്ലേ? അതെ. പിന്നെ അമ്മ, ഞാൻ മറ്റൊരു സീരിയസ് വിഷയം സംസാരിക്കാൻ ഇപ്പം കൊണ്ടുവന്ന്. അനിയുടെ പോക്കത്ര ശരിയല്ലെന്ന്. അനിയുടെ മനസ്സിൽ ഇപ്പോഴും നന്ദുണ്ട്. ഇന്ന് ചടങ്ങിന് നന്ദു വരുമെന്ന് പറഞ്ഞപ്പോ അനിയുടെ മുഖത്ത് നല്ല സന്തോഷമായിരുന്നു. നന്ദു വരുന്നതിന്റെ സന്തോഷം. പേടിക്കണ്ട, ഞാൻ അവനെ ഉപദേശിച്ചോളാം. പക്ഷെ മോൾ ഒന്നുകൂടെ നന്ദുവിനെ പറഞ്ഞ് തിരുത്തണം. പോലീസ് ട്രെയിനിങ്ങിന് പോകുന്ന നന്ദുവിന്റെ മനസ്സിന് പൂർണ്ണമായിട്ടും അനിയെടുത്ത് കളയണം. അവര് തമ്മില് ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നത്. ഒരിക്കലും പരസ്പരം പ്രണയിച്ചവര് അങ്ങനെ സൗഹൃദം കൂടുന്നത് ഒട്ടും ശരിയല്ല. ഇപ്പൊ രണ്ടുപേരും തമ്മില് നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് ഇതുപോലുള്ള ഫംഗ്ഷനിൽ വരുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. അതുപോലെ തന്നെ നമ്മൾ പോകുന്നതിന് മുമ്പ് മോളെ ഇവിടെ വിളിച്ച് ഒരു നേരത്തെ ഫുഡ് കൊടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അതൊക്കെ വേണ്ടതുമാണ്. പക്ഷേ അനിയും നന്ദുവും തമ്മിൽ പുറത്ത് വെച്ച് കാണുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വിലക്കിയേ പറ്റും മോളെ. നേരത്തെ പോലീസ് ക്യാമ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നന്ദുവിനൊരു സ്വർണ്ണ മോതിരം കിട്ടിയിരുന്നു. അത് ഫ്രണ്ട്സ് സമ്മാനിച്ചതാണെന്നാ പറഞ്ഞത്. പക്ഷേ അത് അനി കൊടുത്തതാണോന്ന് അമ്മയ്ക്ക് വെച്ചിന് നല്ല സംശയമുണ്ട്. അതിനുള്ള സാധ്യത ഉണ്ടമ്മ. അങ്ങനെ അവര് തമ്മിൽ അടുക്കുന്നതോറും അനിയുടെ മനസ്സിന് അനാമിക്ക് പുറത്താവും മോളെ. അതൊരിക്കലും അനുവദിച്ചു കൊടുത്തോടാ. ഇനിയിപ്പോ ഏതായാലും ചേച്ചി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങോട്ട് പോകുമല്ലോ. ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് അവരുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. അവരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞ അവനെ ഇപ്പോഴും അവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ തെറ്റെന്ന്.
സന്തോഷത്തോടെ ഞാൻ അങ്ങോട്ട് പോകുന്നത്. കാരണം അമ്മായിമ്മ വെറുക്കുന്ന നമ്മുടെ മോളല്ല ഇപ്പൊ അവിടെ ഉള്ളത്, അമിതമായിട്ട് സ്നേഹിക്കുന്ന മോള്. അതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ട് ഗോവിന്ദേട്ടാ. എന്താ രണ്ടാളുടെ മുഖത്ത് വലിയ സന്തോഷമാണല്ലോ. രാവിലെ മുതൽ ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്. സന്തോഷത്തിന്റെ കാരണം പറഞ്ഞു കൊടുക്കറിയാം. അതെ, അവിടെ അമ്മായിയമ്മയും മരുമോളും തമ്മില് ഇപ്പൊ വലിയ സ്നേഹത്തിലാണ്. നയനയുടെയും ആദർശിന്റെ അമ്മയുടെയും കാര്യം പറഞ്ഞത്. അതെങ്ങനെ നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായി? എന്റെ നന്ദൂട്ടാ, അമ്മ നേരിട്ട് കണ്ടതാ ചില കാഴ്ചകൾ. അമ്മായിയമ്മയും മരുമോളും നമ്മുടെ പ്രായച്ചിത്തക്കാവിൽ ഒരുമിച്ച് വന്നതും, അതുപോലെ തന്നെ നടു റോഡിൽ വെച്ച് അമ്മായിയമ്മ മരുമോൾക്ക് മുല്ലപ്പൂ ചൂടി കൊടുക്കുന്നൊക്കെ അമ്മ കണ്ടതല്ലേ? എനിക്കിത് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. ഒരു ദിവസം ഒരു ഫോൺ നമ്പറിന്റെ ഡീറ്റെയിൽസ് സൈബർ സെല്ലിൽ നിന്ന് എടുത്തു കൊടുക്കണമെന്ന് പറഞ്ഞ് ചേച്ചി എന്നെ വിളിച്ചിരുന്നു. ആ നമ്പറിന്റെ ഡീറ്റെയിൽസ് എടുത്തപ്പോ അത് ആദർശന്റെ അമ്മയുടെ പേരിലുള്ള നമ്പറായിരുന്നു. അപ്പോഴേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നതാ. പക്ഷേ ഇതുവരെ നമ്മൾ ഇക്കാര്യം അറിഞ്ഞ വിവരം നയനമോൾക്കും അറിയില്ല, ആദർശമോന്റെ അമ്മയ്ക്കും അറിയില്ല. അതിന് നമ്മളായിട്ട് അറിയിക്കാൻ നിൽക്കരുത്. ഇതൊന്നും അറിഞ്ഞില്ലെന്ന മട്ടിൽ വേണം അവിടെ നിൽക്കാൻ. അത് ഞാൻ കേട്ടു. ചേച്ചി ഇക്കാര്യം നമ്മളോട് പറയാത്ത സ്ഥിതിക്ക് നമ്മൾ അവരൊന്ന് പരീക്ഷിച്ചേ പറ്റും. പിന്നെ അമ്മ, ചേച്ചിക്ക് അവാർഡ് കൊടുത്തത് ആദർശത്തിന്റെ അമ്മ അംഗമായ ഒരു സംഘടനയാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആദർശത്തിന്റെ അമ്മ തന്നെയാണ്. ഉറപ്പല്ലേ? എന്നിട്ടാണ് അമ്മായിമ്മയും മരുമോളും മറ്റുള്ളവരെ കളിപ്പിക്കുന്നത്. പക്ഷെ നമ്മുടെ ആദർശമൊന്നും അറിഞ്ഞോ നീ ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. അമ്മേ, അതെന്തായാലും ഇന്ന് അവിടെ ചെന്ന് കഴിയുമ്പോ മനസ്സിലാവുമല്ലോ. അതേപറ്റി ഒന്നും നമ്മൾ ആരോട് ചോദിക്കണ്ട. എന്തായാലും ചേച്ചി ഒരു നാളെ പിടിക്കപ്പെടുമല്ലോ. അതുവരെ ഇതേ അങ്ങനെ പോകണം. ഈ സത്യം മനസ്സിലാക്കിയ സന്തോഷം മോളെ ഞങ്ങളുടെ മുഖത്ത് കണ്ടത്. എനിക്കും ഇപ്പൊ അതിന്റെ ഒരു ആശ്വാസമുണ്ട്. എങ്കിലും അവിടെ ചെല്ലുമ്പോ അനാമിക അവരുടെ അച്ഛനമ്മ അവിടെ ഉണ്ടെങ്കിൽ എങ്ങനെ അവിടെ നിൽക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. അതേ മോളെ, ഇത് കുറച്ച് സമയത്ത് കാര്യമുള്ളൂ. നവ്യ ഇവിടെ 7 മാസം. അതിൽ എന്റെ നന്ദോട്ട് വരാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അനിയോട് അധികം മിണ്ടാനോ പറയാനോ പോണ്ട. ആ എന്നാ പിന്നെ ഇറങ്ങാം. പലഹാരങ്ങളൊക്കെ എടുത്തു. എന്നാലും ചേച്ചി കൊള്ളാലോ അമ്മ. ആ നയനമോളാണ് കരട് പകുത്തു കൊടുത്തതെന്ന് ആദർശമോന്റെ അമ്മ അറിഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെയൊന്നും സ്നേഹം വരത്തില്ല. അത് ഞാനാണോ പറയണ്ടേ? വാങ്ങിയതല്ലേ, പിന്നെ മോശമാവോ? വളരെ നന്നായിട്ടുണ്ട്. ഇനി ഞാനത് ഫൈനൽ ടച്ച് ചെയ്യാം. ഞാൻ കാത്തിരിക്കായിരുന്നു. അല്ല, അതെവിടെ? മുല്ലപ്പൂ വാങ്ങാൻ പോയിട്ട് ഇതുവരെ വന്നില്ലേ? ഇല്ല. അവൻ ഇനി മുല്ലപ്പൂ വാങ്ങാനാണോ അതുപോലെ പെൺകുട്ടികളെയും കാണാനാണോ പോയെന്നൊന്നും എനിക്കറിയില്ല. ചേച്ചി എന്തൊക്കെയാ പറയുന്നത്? ഈ ദിവസം അവൻ അങ്ങനെ പോവോ? ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ അവനിപ്പോ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ഈ മുറിയിൽ എന്റെ അരികിൽ ഇരിക്കുമ്പോ പോലും അവന്റെ മനസ്സ് മറ്റെവിടെയോ. ഇന്ന് ഞാൻ പോയി കഴിഞ്ഞാൽ അവൻ സ്വതന്ത്രനായല്ലോ. എന്നെ തിരികെ വിളിക്കാൻ വരുമോന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ തിരികെ വിളിക്കാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ. അവനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ഒരുപാട് പേരുണ്ടല്ലോ. അങ്ങനെ മറ്റുള്ളവരുടെ സമ്മർദ്ദം മൂലമാണോ നമ്മുടെ ഭർത്താക്കന്മാരെ നമ്മൾ വിളിക്കേണ്ടത്? അതാണോ ശരി? എനിക്ക് ചില നേരം എന്നോട് എന്നെ പുച്ഛം തോന്നും. അവനെ പോലെ ഒരുത്തന്റെ വലയിൽ വന്ന് വീണല്ലോ എന്ന് ആലോചിച്ചിട്ട്. ചേച്ചിയെ കാണാൻ നല്ലൊരാള് വന്നതാണല്ലോ, ആദർശം. അന്ന് ചേച്ചിയല്ലേ അവനൊപ്പം ചേർന്ന് നാടകങ്ങൾ കളിച്ചു. അതെന്റെ ജീവിതത്തിലെ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ്. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് വിഷമമൊന്നുമില്ല. നിന്റെ സ്വഭാവത്തിനനുസരിച്ച് ഒരാളെ എനിക്ക് കിട്ടിയില്ലേ? ചേച്ചി ഇരിക്കും. ഞാൻ അവർക്ക് ഓർമ്മിച്ചിട്ട്
അമ്മായിയമ്മ. ഇന്നലെ പലഹാരം ഉണ്ടാക്കാൻ അമ്മായി നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോവായിരുന്നു. അല്ലെങ്കിൽ അതുപോലും ചെയ്യില്ല. അല്ല, അങ്ങനെ ചെയ്യണമെന്ന് എനിക്കില്ല. അവര് പലഹാരം ഉണ്ടാക്കിയാലേ വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ. ഉണ്ണീഷൻ ചേർക്കാൻ മടിക്കില്ല. ഞാനും ആവശ്യത്തിന്റെ അമ്മയ്ക്ക് അരികിലുണ്ടായിരുന്നല്ലോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. തുറന്ന് ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും നിന്റെ അമ്മായിയമ്മ ഇപ്പൊ നിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണല്ലോ അമ്മ ഇപ്പൊ കൂടുതൽ ഉണ്ടാക്കുന്നത്. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ള പേടി അമ്മയ്ക്ക്. അത് എന്നോടുള്ള സ്നേഹമൊന്നുമല്ല, മകനോടുള്ള സ്നേഹക്കൂടുതലുമുണ്ട്. ആ ഓപ്പറേഷൻ കഴിഞ്ഞതിൽ പിന്നെ ആദർശേട്ടനെ അച്ഛനെയൊന്നും കേൾക്കാൻ അമ്മയ്ക്ക് ഇഷ്ടമല്ല. അത് ആദർശേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നീ നിന്റെ അമ്മായിയമ്മയും അധികം വൈകാതെ തന്നെ പൊരുത്തപ്പെടും മോളെ. പക്ഷെ ഒരിക്കലും പൊരുത്തപ്പെടാത്ത രണ്ട് ജീവികളാണ് നിന്റെ അമ്മായിയമ്മയും ഭർത്താവും. അവർക്ക് ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇന്നിപ്പോ ഞാൻ പോകുന്നോണ്ടായിരിക്കും ഇടയ്ക്കൊക്കെ സ്നേഹം കാണിക്കുന്നത്. അതുകൊണ്ടാണല്ലോ മുല്ലപ്പ് വാങ്ങാനെന്ന് പറഞ്ഞ് പോയത്. പക്ഷെ അതിലൊന്നും ഒരു ആത്മാർത്ഥതയില്ല. എന്തെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടി അല്ലാതെ അവൻ എന്നെ സ്നേഹിക്കാനൊന്നും കഴിയില്ല. അവൻ അങ്ങനെ ഒരു ജന്മമാണ്.